അതേപോലെ അരവിന്ദിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞു. ബസ് ആക്സിഡന്റ് ആണോ അത്? ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരവിന്ദിന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ കണ്ടിട്ടുണ്ടാവുക, രാജുവിൻ്റെയും നല്ല വശങ്ങളായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ്, രാജുവിൻ്റെ വീക്ക് പോയിന്റ് മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ അതേപോലെ ബസ് ഓടിക്കും അല്ലേ? ബസ് ഓടിക്കുന്ന ഒരു റീല് ഞാൻ കണ്ടു. അതായത് ബസ് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഉണ്ട്. രണ്ടുപേർക്കും ഉണ്ടോ ലൈസൻസ്? രണ്ടാൾക്കില്ല. ആൾക്കാർ ബസ്സിന്റെ മേലെ നല്ലൊരു അതായത് പണ്ട് എന്തെങ്കിലും ഒരു ജോലി, ഞാൻ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജ്യൂസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ബസ് ക്ലീനറായിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി നമ്മൾ പിടിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പം അങ്ങനെ പോയിട്ട് ബസ് ഓടിക്കാൻ പഠിച്ചു. പക്ഷെ ഇപ്പോഴും ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഈ ഇടയ്ക്ക് റീസെൻ്റ് കണ്ട വീഡിയോ, ഇപ്പോഴും ആ റൂട്ടിൽ ഓടുന്ന ബസ്സിൽ ഏതെങ്കിലും നല്ല പരിചയമുള്ള ബസ് ഉണ്ടാവല്ലോ, സംസാരിച്ച് ഒരു ദിവസം ഓട്ടോ ഓടാറുണ്ട്, ഓ അത് ശരി. വരും. അപ്പൊ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം പറഞ്ഞിട്ടായിരുന്നു. വണ്ടികളോട് ഭയങ്കര ക്രൈസ് അല്ലേ നിങ്ങൾക്ക്, അല്ലേ? മെയിൻ ക്രൈസ് ആണ്. അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്ന വണ്ടി, ഏതാണ്, ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നൊക്കെ ഒന്ന് അറിയട്ടെ. അതുണ്ടായതൊരു TVS XL ആയിരുന്നു അല്ലായിരുന്നു? അതെ, ഒരു ബോക്സർ ഉണ്ടായിരുന്നു. ബോക്സർ ഏകദേശം ഒരു 6,000 രൂപ, സെക്കൻഡില്ല തേർഡ് ഹാൻഡായിരുന്നു വാങ്ങിച്ചത്. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ വാങ്ങിച്ചു, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോപ്പ് തുടങ്ങിയ ശേഷമാണ് ഒരു കാറ് ലോഡ് കൊണ്ടുപോകാൻ വേണം പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാറ്. അപ്പോൾ ആ കാറ് നമുക്ക് വാങ്ങാനായിട്ട് ഒരു 5,000 രൂപയുടെ ഷോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആകെ നമുക്ക് എത്ര 1,15,000 രൂപയാണ്. അതിൽ 10 ആയത് കാരണം ഞങ്ങൾ കാറ് വാങ്ങാണ്ട് റിട്ടേൺ വന്നു. പിന്നെ വേറൊരു ദിവസം 2,500 രണ്ടുപേരും ഒപ്പിച്ചിട്ട് അത് കൊണ്ടുപോയിട്ടാണ് വാങ്ങിയത്. അതിന് ഒപ്പിക്കാനായിട്ട് 3-4 ദിവസമായി. അത് കൊണ്ടുപോയിട്ട് വാങ്ങിയിട്ട് വന്നിട്ട് ആ കാറിന്റെ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്, കാണാം. അപ്പം അങ്ങനെ ആദ്യത്തെ വണ്ടി അതായിരുന്നു. പിന്നെ രണ്ടാമത്തെ നമ്മൾ പിന്നെ ലൈനുകൾക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി വലിയ വണ്ടി വേണം പറഞ്ഞിട്ട് ലോണാക്കി ആ ഒരു വണ്ടിയും കൂടി വാങ്ങിച്ചു. ഒരു സൈലോ പറഞ്ഞൊരു വണ്ടി, പിന്നെ ഒരു കാറും കൂടി വാങ്ങിച്ചു, ചെറിയ വണ്ടി വേണം പറഞ്ഞിട്ട്. അല്ല അത് വന്നിട്ട് നമ്മൾ ആ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ച വണ്ടി കംപ്ലൈന്റ് ആയി, വണ്ടി ഓടാണ്ടായി. എന്നിട്ട് ആ വണ്ടി തിരിച്ചു കൊടുത്തിട്ടാണ് ഒരു ചെറിയൊരു കാർ വാങ്ങിച്ചു. അതുണ്ട്. പിന്നെ ഒരു സൈലോ, പിന്നെ ഒരു ലോഡ് വണ്ടി, പിന്നെ ഒരു ട്രാവലർ. അതെ, ട്രാവലർ വന്നിട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് ബസ്സിന് പൈസ കൊടുക്കാൻ, ബസ്സിന് ഇപ്പോൾ 13 രൂപ 14 രൂപ ചാർജായി. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാലറിക്ക് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പോകുന്നുണ്ട്. സമയം വേറിയേഷൻ വരുന്നുണ്ട്, ഷോപ്പുകൾക്ക് വരാനും തിരിച്ചു പോകാനും. അതിന് വേണ്ടിയിട്ട് അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രാവലർ അതിന് വേണ്ടി വാങ്ങിച്ചു. ഇപ്പൊ നിങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടി സഞ്ചരിക്കുന്നത് റേഞ്ച് റോവർ ആണ്. അടിപൊളി. അതേപോലെ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ബോക്സറാണെന്ന് തേർഡ് ഹാൻഡ് വണ്ടിയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ട്, എൻ്റെ ഒരു പേഴ്സണലായിട്ടും എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഇനി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹാർലി വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം ഞാൻ ഓടിക്കുന്ന വണ്ടി ഹാർലി. പിന്നെ ഇതിലൊരു ഇൻസൾട്ട് ഉണ്ട്. നമ്മൾ ഇതിനു മുന്നേ കടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഹാർലി വന്നപ്പോൾ റൗണ്ട് ഓടിക്കാൻ അറിയാണ്ട് ചോദിച്ചു പോയി ആള്. അപ്പോൾ അത് ചോദിച്ച് കിട്ടാണ്ടായപ്പോൾ ആൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു. പിന്നെ റേഞ്ച് റോവറിൽ കയറണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ബെൻസിലോ റേഞ്ച് റോവറിലേക്ക് ഇതുവരെ ഞാൻ കയറിയില്ല പറഞ്ഞിട്ട് അത് ആരും കേട്ടില്ലല്ലോ, വണ്ടി ഓടിക്കാൻ ആരും തരില്ല അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ കടയിൽ വരുമ്പോൾ ഇങ്ങനെ ഈ വണ്ടിനൊക്കെ നോക്കില്ല, ആ റേഞ്ച് റോവർ, അയ്യോ ഇതൊന്ന് കയറി കിട്ടിയാൽ മതിയായിരുന്നു, ഫോട്ടോ എടുക്കാം, ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം. പുതിയ വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഫോട്ടോ എടുത്ത്, പണ്ടത്തെ ഫോട്ടോ ഇപ്പോഴും ഫോർച്യൂണർ മുന്നിൽ ഒക്കെ ഫോട്ടോ എടുക്കുന്നതിനാണ് പരിപാടി. പക്ഷെ അവരും കേട്ടില്ലല്ലോ, നമുക്ക് ചോദിച്ച് ഇൻസൾട്ട്. നിങ്ങൾക്ക് ഓരോ വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാം വന്ന് ചേരുന്നുണ്ടല്ലോ. അതേപോലെ അരവിന്ദിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞു. ബസ് ആക്സിഡന്റ് ആണോ അത്? ബസ് ആക്സിഡന്റ്, KSRTC ആയിരുന്നു. എവിടെ വെച്ചിട്ടായിരുന്നു അത്? ഞങ്ങളുടെ കുത്താമ്പള്ളിയിൽ നിന്ന് തിരുവല്ല മെയിൻ സെന്ററിൽ തന്നെ വെച്ചിട്ടായിരുന്നു. ഏകദേശം നമ്മുടെ ഷോപ്പ് തുടങ്ങിയിട്ട് 6 മാസത്തിന് ശേഷം ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. ശരിക്കും തട്ടിപ്പോണ്ട ആളായിരുന്നു ഞാൻ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള ഒരു ഡോക്ടർ ചേട്ടൻ ഉണ്ട്. ആ ചേട്ടൻ ഫ്രണ്ടായിട്ട് സംസാരിച്ച് നമ്മുടെ ഒറ്റപ്പാലം ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്ത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ അന്ന് ബൈക്കിലായിരുന്നു അരവിന്ദ്? TVSലായിരുന്നു. ഉച്ച സമയത്ത് ബാങ്ക് പോയതായിരുന്നു. ബാങ്ക് പോയിട്ട് തിരിച്ചു വന്ന ആ സമയത്തായിരുന്നു ആക്സിഡന്റ്. സിമ്പിൾ. അതായത് അപ്പൊ തന്നെ KSRTC താഴത്തേക്ക് വീണിട്ട് അപ്പൊ തന്നെ വീണ് പറഞ്ഞു കഴിഞ്ഞാൽ പറന്ന് വീണതാണ്. ആ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ എണീറ്റ്. പക്ഷെ എനിക്ക് എണീറ്റ് കിടന്നുറങ്ങുമ്പോൾ ഈ റിപ്പീറ്റ് ഇങ്ങനെ ചാടി പറന്ന് വീഴുന്ന ആ ഒരു ഓർമ്മ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പറന്ന് ഇങ്ങനെ വീഴുക, അപ്പൊ മേലെ മരങ്ങളുടെ ആ ഇടയിൽ കൂടെ പോയി വീഴുക, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ എത്ര കാലം കഴിഞ്ഞിട്ട് പിന്നെ ഷോപ്പിലേക്കൊക്കെ ഏകദേശം ഒരു 3 മാസം വരെ റെസ്റ്റ് ആയിരുന്നു, നല്ല റെസ്റ്റ് ചെയ്തു. പിന്നെ മരുന്നിന്റെ ഭാഗമായിട്ട് 1 കൊല്ലത്തോളം ട്രീറ്റ്മെന്റിലായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതും നല്ല പിക്കപ്പായി, ബായും കൊണ്ട് മൈൻഡും
എൻ്റെ ആറ്റിറ്റ്യൂഡും എല്ലാം അതേപോലെ തന്നെ. ഇപ്പൊ ആ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഭാഗത്തേക്ക് ഒരു പ്രശ്നമില്ല. ഇല്ല. അപ്പൊ ആ സമയത്തൊക്കെ രാജുവിനെ ഹെൽപ്പ് ചെയ്യാൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? അരവിന്ദന്റെ സ്ഥാനത്തിന് ഒരു ഹെൽപ്പ്, അതായത് അരവിന്ദന് പകരം ആരും ഉണ്ടാവില്ല മാറ്റി വെക്കാൻ, എന്നാലും പക്ഷെ രാജു ഒറ്റയ്ക്കാണോ എല്ലാം ഡീൽ ചെയ്തിരുന്നത്? ഞാനും പിന്നെ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു. പിന്നെ ഒരു ഹെൽപ്പിനൊരു സന്ദീപ് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അത് ഞാൻ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് അതായത് വീണുടനെ വേറെ ഒരു ആൾക്കാരോട് പറഞ്ഞത് ഒന്നും ഒരു കുഴപ്പമില്ല, ഒരു പൊട്ടലും പോലും ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. പക്ഷെ നേരെ അടി തലയിലേക്കായിരുന്നു. അതാണ് ഞാൻ അന്ന് ആക്ച്വലി പാലക്കാട് പോയിട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അരവിന്ദിന് ആക്സിഡന്റ് ആയതുകൊണ്ട് വിളിച്ച ഒരാള്, ഓക്കെ കുഴപ്പമില്ല, വീണ്ടും ഒരാൾ വിളിക്കുന്നു. അപ്പൊ 4-5 ആൾ വിളിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പൊ നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. പോയി നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്. അപ്പൊ ഇങ്ങനെ സംഭവം നടന്നപ്പോ ആകെ നാട് മൊത്തം ശരിക്കും പ്രാർത്ഥിച്ചു. ആ ഒരു സിറ്റുവേഷനിൽ അപ്പോൾ ഇത്രയും ഫേമസ് ആയിരുന്നില്ല, നല്ലൊരു പയ്യനാണ്, നല്ലൊരു പയ്യൻ ഇങ്ങനെ പറ്റി പറഞ്ഞപ്പോൾ നാട് മൊത്തം കാണാനും വന്നു. ഏകദേശം എല്ലാ ആൾക്കാരും കാണാൻ വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാര് അമ്പലത്തിക്ക് ഇത് എന്താ പായസം വെച്ച് അങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം തന്നെ. അവര് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു അരവിന്ദന്റെ റിക്കവറിക്ക്. അപ്പോൾ ആക്സിഡന്റ് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനും വൈഫും കൂടിയിട്ട് അത്ര ദിവസം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇന്ന ദിവസം വരണം, നിന്റെ പേരിൽ ഇങ്ങനെ ഒരു വഴിപാടുണ്ട്, നീ വരണം പറഞ്ഞിട്ട് പിന്നെ ഞാനും വൈഫും കൂടി പോയി അതൊക്കെ ചെയ്ത് ഭംഗിയായി ചെയ്തു. എല്ലാം നല്ല രീതി. പക്ഷെ ഒറ്റ വർഷം കൊണ്ടാണ്, അതായത് ഒറ്റ വർഷത്തിൽ നമ്മൾ ഫേമസ് ആയിരുന്നു കച്ചവടത്തിൽ തന്നെ. കച്ചവടത്തിൽ ഏകദേശം ഒരു 3-4 മാസത്തിൽ ഫേമസ് ആയിരുന്നു. ഒരു വലിയ ഓർഡർ, ഞങ്ങളുടെ ഓർഡർ എല്ലാം കണക്ട് ചെയ്ത് എല്ലാം ഞങ്ങൾ കൊടുക്കണം. 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഓർഡർ കൊടുക്കണം. ആ ഒരു സമയത്തായിരുന്നു ഈ ആക്സിഡന്റ് പറ്റിയത്. അപ്പോൾ 3 മാസം കൊണ്ട് എനിക്ക് എല്ലാം റെഡിയായി വന്നു. പിന്നെ ആ 3 മാസത്തിലെ ഓർഡറൊക്കെ തീർത്തു, എല്ലാം റെഡിയാക്കി സെറ്റാക്കി എല്ലാം റെഡിയായി. അപ്പൊ അതൊരു മോശപ്പെട്ടൊരു ഓർമ്മയായിട്ട് അത് എവിടെയെങ്കിലും മാഞ്ഞു പോട്ടെ. അതിനി നിങ്ങളെ ഹോണ്ട് ചെയ്യാതിരിക്കട്ടെ. അരവിന്ദനെ അത് ആ ഓർമ്മ, രാജുവിനെ അത് ഹോണ്ട് ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ കുറച്ചു നേരമായിട്ട് നോക്കുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ഒരു പഴയ വൈബിലേക്ക് വരാം. അല്ലേ രാജു, അല്ലേ അരവിന്ദ് എന്ന് കുറച്ചു നേരമായിട്ട് നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ എന്താ അത്രയും ചക്കര അടയാണോ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയോ നിങ്ങൾക്ക്? എന്ത് ചോദിച്ചാലും അല്ലേടാ ഇപ്പുറത്ത്, അല്ലേ അരവിന്ദ് ഇങ്ങനെ ചോദിക്കുന്നത് കാണാം. അപ്പൊ അരവിന്ദിന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കില്ലല്ലോ കണ്ടിട്ടുണ്ടാവുക, രാജുവിന്റെയും നല്ല വശങ്ങളായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ഒരു വീക്ക് പോയിന്റ് പരസ്പരം പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അത് രാജുവിന് എന്താ അരവിന്ദിൽ കണ്ട ഒരു വീക്ക് പോയിന്റ്? അതായത് ആള് ഈ സാലറി ഡേറ്റ് ഒക്കെ ഉണ്ട്, ഡേറ്റ് 1, 2, 3 ഒരു 3 ദിവസം ടെൻഷനിലായിരിക്കും. ആ സമയത്ത് പോയിട്ട് മിണ്ടാൻ പാടില്ല. ഇപ്പോഴും മിണ്ടിയാ തീർന്നു. അതെനിക്ക് മസ്റ്റാണ്. എന്താ മിണ്ടാൻ പാടില്ലെന്ന് വെച്ചാല് തമാശ പറയാൻ പാടില്ല. ആൾ ഓൾറെഡി ഇതിലാണ്. അങ്ങനെ ഓഫീസിൽ വന്നിരിക്കും, ഞാൻ ഓഫീസിലാണ് ഇരുന്ന് കണക്കും കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പൊ എനിക്കത് തീർക്കണം. 1, 2, 3 ദിവസങ്ങളിൽ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ 3 ദിവസം പോയില്ല ഓഫീസിലേക്ക്. ആവാതി അങ്ങനത്തെ ഒരു അത് ശരി. അത് മാത്രമേ ഉള്ളൂ ഒരു മോശമായിട്ട് പറയാൻ. പക്ഷെ അത് ഭയങ്കര മോശമല്ല കേട്ടോ, അത് ഭയങ്കര വർക്കിനോടുള്ളൊരു ഡെഡിക്കേഷൻ ആണ്. ഞാൻ തന്നെ അല്ലെങ്കിൽ ഈശ്വര അങ്ങനെ അതൊക്കെ ഒരു മോശമാണോ? അത് ഭയങ്കര നല്ല കാര്യമല്ലേ? ഫാമിലി എടുത്ത് പോകുമ്പോൾ അവിടെ വീട്ടിലും ഇത് തന്നെയാണ്, ഈ കണക്കാണ് ഓർമ്മ വരുന്നത്. അതെ തീർച്ചയായിട്ടും. ആ സമയം എനിക്ക് അവരും ഡിസ്റ്റർബ് ചെയ്യില്ല, അവരും അത്രയും സപ്പോർട്ടാണ്. അപ്പൊ രാജുവിന്റെ ഒരു വീക്ക് പോയിന്റ് പറയുക. രാജുവിന്റെ വീക്ക് പോയിന്റ് മെയിൻ ആയിട്ട് പറയാന്ന് വെച്ചാൽ തട്ടരുത്, സത്യം മാത്രമേ ഇവിടെ പറയാൻ പാടുള്ളൂ. തട്ടരുത്, വേണ്ട എവിടേക്കെങ്കിലും എന്താന്ന് പെട്ടെന്നൊരു ടെൻഷൻ എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മുൻകൂട്ടി ചോദിച്ചു, ആളെന്നോട് പറഞ്ഞിട്ട്. ഒരു അമ്പലത്തേക്ക് പോകാണെച്ചാലും എവിടേക്ക് പോകാണെച്ചാലും രാജുവിനെ ഞാൻ എണീറ്റതും ഒരു 5:30 പോകണം, ഒരു 5 മണിക്ക് ഞാൻ എണീറ്റ് രാജുവിന് അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ പോകണം, അങ്ങനെ പറയും. അപ്പോൾ 1/2 മണിക്കൂർ റെഡിയായി വരാനുള്ള സമയം ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ 6 മണിക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. സമയം ഭയങ്കരമായിട്ട് പാലിക്കുന്ന ഒരാളാണ്. പോകേണ്ടത് 6 മണി. അവിടെ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. ഞാൻ വണ്ടി എടുത്ത് പോവാ. അപ്പൊ അവിടെ പോയിട്ട് അതപ്പോ വരാ പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഏകദേശം മാറിയിട്ടുണ്ട്. ഇല്ലല്ല, മാറിയിട്ടുണ്ട്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞ് ഇനിയിപ്പോ ഇല്ല. പക്ഷെ നിങ്ങളെ മോറൽസ് ആക്കുന്ന ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അതായത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ഡെയിലി റുട്ടീൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ശീലിച്ചു വരുന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന പോലെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓണം വിഷു വരുമ്പോൾ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അത് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ഇപ്പൊ ജിമ്മിൽ പോയി ഞാൻ ചേരും. ഈ ഒരു മാസം ചേർന്നാ പോയ 2 ദിവസം ഉണ്ടാവും. അത് അപ്പോഴേക്കും നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അത് അതോടും കൂടി പോകും. ഓരോ ഭാഗത്തേക്ക് പോവാ. ഇങ്ങനെ ഓരോ എറണാകുളം, ട്രിവാൻഡ്രം ഇങ്ങനെ ലൈൻ സപ്ലൈ ഉണ്ടായിരുന്നു. അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ നൈറ്റ് ഡ്യൂട്ടി അതേപോലെ ഫുഡ് കഴിക്കുന്ന ആ സമയമൊക്കെ ഭയങ്കര മോശമാണ് ഞങ്ങളുടെ. അത് ശരി. അപ്പൊ ഉറക്കം, ഫുഡിന്റെ രീതി, ഈ പറയുന്ന ചിട്ടവട്ടങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതിൻ്റെതായ ഏജ് ആകുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേക്കും ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും. അപ്പൊ എത്തിയതിനു ശേഷം പിന്നെ ഇതൊക്കെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോഴും. ശരി, കുറച്ചുകൂടെ പ്രായമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇപ്പോൾ പറ്റുന്നില്ല, സമയത്തിന് കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ ഒരു
9 മണിക്ക് ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ പോണത് 3-3:30 ആയിരിക്കും. രാത്രി 3:30-ക്കോ? ഉച്ചയ്ക്ക് 3:30-ക്കാ? ശരി ശരി. ഫുഡ് ലഞ്ച് കഴിക്കാനായിട്ടോ? കഴിക്കാൻ. പിന്നെ ലഞ്ച് കഴിച്ചിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ 3:30-ക്ക് പോയില്ല, വൈകുന്നേരം പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെയും വന്നു കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ 4 മണി അല്ലെങ്കിൽ 5 മണി, ചിലപ്പോൾ സ്റ്റാഫുകൾ ഷോപ്പിലേക്ക് വരുമ്പോഴേക്കും പോകുന്നുണ്ടാവുക. അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. അത് സീസൺ ഒരു 2 മാസം എന്തായാലും ഞങ്ങൾ എവിടേക്കും പുറത്തേക്ക് പറഞ്ഞ് പോകാനുള്ള ദിവസങ്ങളെ ഉണ്ടാവില്ല. ഇല്ല, ഇതിപ്പോ രാജുവിന് വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അരവിന്ദിനെ സംബന്ധിച്ചോളം ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണത്? അല്ല, 2 മാസം അവരും അതിനനുസരിച്ച് നിൽക്കും. ഷോ, ഭയങ്കര നേരത്തെ പറഞ്ഞ ആ ദുശീലത്തിനോട് ഭാര്യ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു, ഇതും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അത് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇനി അടുത്തത് രാജുവിന്റെ ഊഴമാണ്. ഈ വർഷം കല്യാണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യനെ എടുത്താൽ മതി. ജോലിയുടെ കാര്യം, രീതികൾ എല്ലാം പറഞ്ഞിട്ട് ഈ ദുശീലമൊക്കെ പറഞ്ഞിട്ട് വേണം കേട്ടോ ആളെ കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും നല്ലൊരു പെൺകുട്ടിയെ തന്നെ രാജുവിന് കിട്ടട്ടെ. തീർച്ചയായിട്ടും. അതെന്താ സംഭവം വെച്ചാൽ ഞാൻ ആദ്യം തിരക്കൂട്ടിയതാണ് കല്യാണം കഴിക്കാൻ. അപ്പൊ അരവിന്ദ് പറഞ്ഞു പെട്ടെന്ന് പറയട്ടെ. പറഞ്ഞോ, ഇവിടെ എന്തും പറയാം, ചോദിക്കണ്ട. അത് ആദ്യം ഞാനും കല്യാണം കഴിക്കാടാ തിരക്കൂട്ടി. അതെന്താ പറഞ്ഞതെന്ന് പ്രത്യേകം എനിക്കറിയണേ, എനിക്കത് കേൾപ്പിച്ചു തരണം. അതായത് ആദ്യം പറഞ്ഞവൻ എടാ രാജു നമുക്ക് ഒരേ സമയം കെട്ടാ പറഞ്ഞ ആള്. പിന്നെ ആ സമയത്ത് പിന്നെ വീട് പണിയൊക്കെ ഉള്ള കാരണം വേണ്ട, അപ്പോൾ അവൻ ആദ്യം കെട്ടിക്കഴിഞ്ഞിട്ട് ആള് പറഞ്ഞു പെട്ടെന്ന് കെട്ടി നമുക്ക് ഒരുമിച്ച് ടൂറൊക്കെ പോകണ്ടേ, ഞാൻ മാത്രം പോയി, എനിക്ക് ശരിയാവില്ല പറഞ്ഞു. 1 മാസം കഴിഞ്ഞ പറഞ്ഞു ആളും ചവിട്ടി, രാജു കല്യാണം നോക്കണ്ടോ, ശരി ഒരു 2 മാസം കഴിയട്ടെ പറഞ്ഞു. പിന്നെ 2 മാസം കഴിഞ്ഞ പറഞ്ഞു രാജു ഒരു 6 മാസം കഴിയട്ടെ, പിന്നെ പോകുന്നവരും പതുക്കെ കിട്ടിയാൽ മതി, ഇപ്പൊ തിരക്കൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, ഇപ്പൊ രാജു കല്യാണം കഴിക്കുന്നതുകൊണ്ട് സന്തോഷമാണ്. പിന്നെ പെട്ടെന്ന് കഴിക്കണം. അവനും അതേപോലെ ആ സിറ്റുവേഷനിൽ എവിടേക്കും പോകുമ്പോൾ ഒരു 2-3 ആള്, ഞങ്ങളുടെ ഒരു 4 ആളൊരു ഗ്യാങ് ആണ്. അപ്പൊ എവിടേക്കെങ്കിലും പോവാന്ന് വെച്ചാൽ സിനിമയ്ക്ക് പോകുമ്പോൾ ഇവര് 3 ആള് പോകും, ഞാൻ വീട്ടിൽ ലോക്കാണ്, കുട്ടിയുണ്ട്, മനസ്സിലായില്ലേ, വൈഫുണ്ട്. ലോക്കാണോ, ലോക്കാക്കി വെച്ചിരിക്കുകയാണോ? ലോക്ക് ആക്കി വെച്ചതല്ല, പോണം പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിടും, ഞാൻ പോണം പറഞ്ഞു കഴിഞ്ഞാൽ വിടും. പക്ഷെ ആഴ്ചയിൽ 4 ദിവസം പോണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിടും. പക്ഷെ അവരുമായിട്ട് പോവാറില്ലേ, അവരെ സന്തോഷിപ്പിക്കാറില്ലേ? അവരായിട്ട് പോവാറുണ്ട്, പക്ഷെ ആഴ്ചയിൽ ഇവരുടെ ഒപ്പം 4 ദിവസം പോണം പറഞ്ഞു കഴിഞ്ഞാൽ വിടാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുഞ്ഞുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, പല കാര്യങ്ങളും ഉണ്ടാവും. അത് തന്നെയാണ്, അതാണ് ഇപ്പൊ തന്നെ കെട്ടണം പറഞ്ഞത്. അത് ശരി, അവനും കൂടെ അങ്ങ് അനുഭവിച്ചോട്ടെ. അതാണ് സംഭവം. പെട്ടെന്ന് കെട്ടിയാ ഞാൻ അനുഭവിക്കാമല്ലോ. നിങ്ങൾ ശരിക്കും എല്ലാം ഒരേപോലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ, ഒരേ ടേസ്റ്റുകളും ഒരേ ഇഷ്ടങ്ങളും. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ 10ാം ക്ലാസ് വരെ രണ്ടുപേരും 10, അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്താ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ, പഠിക്കാൻ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടാണോ, എന്താണ് അതിന്റെ ഒരു കാരണം? എന്താ? വീട്ടില് സാമ്പത്തികമായിട്ടും എന്നും പറയാം, വീട്ടില് എനിക്ക് വീടിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഞാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എൻ്റെ ഇപ്പോഴുള്ള പഴയ വീട് ഞാൻ പണിത് എല്ലാം സെറ്റായി. ഞാൻ അച്ഛൻ, അമ്മ, അനിയൻ എല്ലാവരും കൂടിയിട്ട് ആ വീട്ടിലേക്ക് മാറിയത്. അത് ഷോപ്പിൽ കയറി ഒരു 2 വർഷത്തിന് ശേഷമായിരുന്നു, 4 വർഷത്തിന് ശേഷമായിരുന്നു പുതിയ വീട്ടിലേക്ക് മാറിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ പുതിയ വീട് കയറ്റി, 2 ആൾക്കും പുതിയ വീടുണ്ട്. രാജുവിന് ഓൾറെഡി വീടുണ്ടായിരുന്നു, പക്ഷെ വീടെന്ന് പറയാൻ പറ്റില്ല അല്ലേ രാജു, അത്രയും അപ്പോഴത്തെ സിറ്റുവേഷനിൽ കെട്ടിയിട്ടുള്ള ഒരു വീട് മാറിയത്. കഴിഞ്ഞ വർഷം വരെ എന്റെ വീട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അതെ, ഇപ്പോൾ ഞാനൊരു 6 മാസത്തിന് മുന്നാണ് ഞാനും വീട് മാറിയത്. രാജും ഇപ്പോൾ നല്ലൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒന്നും കൂടി ഒരു സ്റ്റാൻഡേർഡ് ഇതായിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീടിൻ്റെ 2024 വരെ ആ പഴയ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീടാണ്. പക്ഷെ ഞാൻ രാവിലെയൊക്കെ ആ വീട്ടിൽ വീടിനാണ്, രാവിലെ പല്ല് തേക്കാൻ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരു ചെറിയൊരു ടൗസറും പനിയിട്ടിട്ട്. അപ്പോൾ കുറേ കോളേജ് കുട്ടികൾ നെയ്ത്ത് പഠിക്കാനായിട്ട് വഴി കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ ഒറ്റ ഓട്ടം ഓടും ഉള്ളിരിക്കും. എന്തെന്നറിയോ, അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കില്ല. ഇവർ വന്നാൽ ഇങ്ങനെ നിന്നിട്ട് ഈ റീൽസിൽ കണ്ടിട്ടുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഞാൻ അല്ലല്ല ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ മുഖത്ത് ഇതാക്കിയിട്ട് ഒറ്റ ഓട്ടം ഓടും. ഇതിന് മുന്നേ 3-4 വട്ടം ആരെങ്കിലും പിരിവുകാർ വരും, എന്തെങ്കിലും ഇതാ വരുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടാവും എന്തെങ്കിലും ചെയ്തിട്ട്, ഈ ചേട്ടൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞ് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ കുഴപ്പമില്ലാണ്ടായി. വീട് കെട്ടി. റീസെന്റ് ആയിട്ടാണ് കെട്ടിയത്, വീട് കെട്ടി. കുഴപ്പമില്ലാത്ത എന്താ വെച്ചാൽ എനിക്ക് ആ വീടിനോട് അഭിമാനം ഉള്ളൂ. പക്ഷെ എന്നാലും പെട്ടെന്ന് എന്ന് പറയുമ്പോഴേ ചേട്ടാ നിങ്ങൾ അവിടെ ഇങ്ങനെ ആണല്ലോ, ഇപ്പൊ ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ ഈ പെണ്ണുങ്ങളുടെ കാര്യം ചോദിച്ചപ്പോ ചോദിക്കുകയാണ്, 2 പേർക്കും പ്രണയം ഉണ്ടായിട്ടുണ്ടോ? രാജു മുഖം മാറിയല്ലോ, എന്തിനു ചോദിച്ചു, എനിക്ക് കല്യാണമൊക്കെ അടുക്കുകയാണെന്നൊക്കെ. പ്രണയം എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള സംഭവം ഒന്നും അല്ലല്ലോ. അത് ശരിയാണ്. പ്രണയിച്ചിട്ടുണ്ടോ? ആരൊന്നും പറയണ്ട, സുവർണ ചിലപ്പോ എന്നെ തല്ലും വന്നിട്ട്. വേണ്ട, തല്ലുമല്ലേ? തല്ലും പറയാതെ പറഞ്ഞു അരവിന്ദിന് ഒരു പ്രണയം ഉണ്ടായിരുന്നതല്ലേ അരവിന്ദ്? ഉണ്ടായിരുന്നു, സ്വർണ്ണയായിരുന്നു, ആൾ തന്നെ കിട്ടി. ഇത് പറയിപ്പിക്കാനാണോ ഞാനിപ്പോ ഇത്ര കഷ്ടപ്പെട്ടെ? ഭാര്യയെ പ്രണയിച്ചു, ഭാര്യയെ കല്യാണം കഴിച്ചു. രാജു ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇനി അത് മാത്രമായിട്ട് ഒഴിവാക്കേണ്ട എന്തിനാന്ന് കരുതി ചോദിച്ചതാണ്. ഉണ്ടായിരുന്നു, ആ ഒരു പ്രായത്തില് പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ്സിലേക്ക് വന്നപ്പോ പ്രണയം ബിസിനസ്സിനോടായി. മെയിൻ ബിസിനസ് തന്നെയായിരുന്നു ഞങ്ങളുടെ 2 ആളുടെയും.
പ്രണയം ഉണ്ടെച്ചാലും ബിസിനസ് തന്നെയാണ് മെയിനായിട്ട്. ഇപ്പൊ വർക്കഹോളിക് മുതലാളികളാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും. ഷോപ്പിൽ ഇങ്ങനെ തന്നെ അടുത്തടുത്തിരിക്കുമ്പോൾ അടിയും ഇടിയൊക്കെ ഇതന്നെ ഫുൾ ടൈം. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് എന്താ മിനി മിലിറ്റിയോ കളിക്കുക, ഗെയിം കളിക്കുക. പിന്നെ ബ്രേക്ക് ഇടയ്ക്ക് സമയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ പോകണ മുന്നേ അരമണിക്കൂർ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിയിട്ട്. ഓ ശരിക്കും എന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പക്ഷെ ഈ ഒരു ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞത് എനിക്ക് ചെറിയൊരു ചോദ്യം കൂടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ദേഷ്യപ്പെടാറുണ്ടോ? ഡിബേറ്റ്, ആർഗ്യുമെന്റ്സ്, അതായത് എന്താ പറയാ എക്സ്ട്രീം ലെവലില് ഈ ജോലി ഇതാണല്ലോ, ഇത്രയും പേരെ കൈകാര്യം ചെയ്യണം, ഇത്രയും രാജ്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എടുത്ത് ഹാൻഡ്ലൂം സാരീസുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ടാവും. ഒരുപാട് കാര്യങ്ങളോട് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എത്ര ദിവസമൊക്കെ മിണ്ടാതിരിക്കും? ദിവസം ഉണ്ടാവില്ല, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നൈറ്റ്. ഒരു ദിവസം, ഒരു നൈറ്റ് അല്ല, അന്ന് രാവിലെ അടിയായി കഴിഞ്ഞാൽ, അടി മീൻസ് വാക്തർക്കായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങള്. ആരാ ആദ്യം വന്ന് മിണ്ടുക? രാജുവാണ്. അരവിന്ദ് മിണ്ടിയിട്ടേ ഇല്ല ഇതുവരെ. എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ദേഷ്യമായി കഴിഞ്ഞാൽ പിന്നെ അവൻ വന്ന് മിണ്ടും. അവൻ അതേപോലെ തട്ടിന്ന് വെച്ചാൽ ഞാനും പോയി ആലോചിക്കും, അവൻ ആലോചിക്കും. രാവിലെ വന്നു കഴിഞ്ഞാൽ അത് തീർക്കും. പിന്നെ നല്ല സ്നേഹവും, പിന്നെ ചക്കരയടയാവും. പിന്നെ ഒന്നും പറയാൻ അങ്ങോട്ടുള്ള നല്ല സ്നേഹ. അതെ. പിന്നെ അടുത്ത അടിക്കുള്ള ഏർപ്പാട് ഉണ്ടാവില്ല. കാരണം ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ട. കാരണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ അത് വരെ നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് കാരണം നല്ലതെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ഇടയ്ക്ക് വരണം, ഇടയ്ക്കൊന്ന് വന്നാലാണ് ഞങ്ങളുടെ ഒന്നും കൂടി. പിന്നെ ആ ഒരേപോലെ പോകുമ്പോ അതൊരു. അതെ 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 അതെ. അത് ഏതൊരു റിലേഷനും അങ്ങനെ തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര അടിപൊളിയായിട്ട്, എല്ലാം തികഞ്ഞവരാണ്, നമുക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പം. പക്ഷെ ഇതുപോലെ ഉള്ളിലേക്ക് നമ്മൾ സംസാരിക്കുമ്പോഴാണ് അറിയാം നമ്മളെ പോലെ തന്നെ അവർക്കിടയിലും ഓരോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ അവർ കവറപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇനിയിപ്പം നമ്മുടെ ലൈഫ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായരുടെ പ്രേക്ഷകരോടും ARന്റെ ഇഷ്ടപ്പെട്ട ഓഡിയൻസിനോടും ഒക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രേക്ഷകരോട് മാത്രമേ പറയാനുള്ളത്. കാരണം അവരുള്ളത് കാരണമാണ് നമ്മൾ ഈ സീറ്റിൽ വരെ എത്തിയത്. കാരണം അപ്പോൾ പ്രേക്ഷകർക്ക് നമ്മളെ അറിയാത്തവരും ഉണ്ടാവാം, അറിയുന്നവരും കുറേ പേരുണ്ടാവാം. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഷോപ്പിലേക്ക് ഒന്ന് വരിക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുകളൊക്കെ ഉണ്ട്. കൂടാണ്ട് ഇത് പറയണമെന്ന് മാത്രമല്ല, നമ്മുടെ കുത്താമ്പളി നെയ്ത്ത് ഗ്രാമം ഒന്ന് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഷോപ്പിലും കൂടി ഒന്ന് കയറുക. AR ഹാൻഡ്ലൂംസ് എന്നാണ് ഷോപ്പിന്റെ പേര്. കയറുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിന്റെ പേര് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി അറേഞ്ച് ചെയ്ത് തരാം. കൂടാണ്ട് ഒരു അനുഭവം എന്താ വെച്ചാൽ, നെയ്ത്ത് ഗ്രാമം സന്ദർശിക്കുന്ന കൂട്ടത്തിൽ നെയ്ത്തും കാണാം, നമ്മുടെ എല്ലാ ഷോപ്പിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് മാത്രമല്ല. അപ്പോൾ നേരിട്ട് വരിക. നമ്മൾ ഒരുപാട് സാധനങ്ങളുണ്ട്, വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. കൂടാണ്ട് നമ്മുടെ സെയിൽസ്, ഇപ്പോൾ ഒരുപാട് റീസെല്ലേഴ്സും പൊട്ടിക്കുകാരും ഒരുപാട് ഷോപ്പുകാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓണാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വളരെ വില കുറവിൽ തരാൻ ഞങ്ങൾ തയ്യാറാണ്. കൂടാണ്ട് വെഡ്ഡിംഗ് ഷോപ്പുകാർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് നമ്മളുണ്ട്. വെഡ്ഡിംഗ് ഷോപ്പ് മാത്രമല്ല, സിംഗിൾ പീസ്, ഒരു പീസ് എടുക്കാൻ വരാണെങ്കിലും ആ വഴി കൂടെ വരുമ്പോൾ ഒന്ന് കയറിയാൽ മതി. ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. ഓൺലൈനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഒരു ടീം തന്നെ സെറ്റിംഗ് ഉണ്ട്. വെബ്സൈറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഒരു പീസ് എടുക്കുകയാണെങ്കിലും നമ്മുടെ ഓൺലൈൻ ത്രൂ ഈസി ആയിട്ട് നമ്മുടെ സ്റ്റാഫിനായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ അടിപൊളി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം അവരുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പരാതി ഉണ്ടെങ്കിൽ എന്നെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് പറയാം, ചേട്ടാ ഇന്ന റിപ്ലൈ ഇല്ല പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നെയ്ത്തിൻ്റെ ഒരു ഡെമോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമർക്ക് എല്ലാവർക്കും നെയ്ത്തും കൂടി കണ്ട് അതേപോലെ വീവ് ചെയ്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഇത് കൂടാണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത്, ഏത് ബിസിനസ് ആണെച്ചാലും നമുക്കത് നല്ല ഹാർഡ് വർക്കിലൂടെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. ഹാർഡ് വർക്ക് ആണ് മസ്റ്റ്. മെയിനായിട്ട് ഹാർഡ് വർക്കാണ്. ഒരു ചായക്കട വെക്കുകയാണെന്ന് വെച്ചാലും, നമ്മളെപ്പോലെ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്ന് വെച്ചാലും, ബിസിനസ്സിനെ സ്നേഹിച്ച് അതിനെ വളർത്തിക്കൊണ്ടുപോവുക. അന്നേരമാണ് വിജയിക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാനുണ്ട്. നമ്മളുടെ ഷോപ്പ് എന്നുള്ളത് നിങ്ങളുടെ ഷോപ്പായിട്ട് കണ്ടാൽ മതി. ഏത് ഒരു സമയമാണെങ്കിൽ കയറി വരാം. ഒരു അറ്റ്മോസ്ഫിയർ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് അറിയണം. നമ്മുടെ സ്റ്റാഫുകളെയും നമ്മളെയൊക്കെ കാണാൻ പറ്റും. നിങ്ങളുടെ ഒരു വീട് പോലെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓഫർ നമ്മൾ തരുന്നുണ്ട്. ഈ പറയുന്നതല്ല, നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവപ്പെടാം. എന്തായാലും വരുമ്പോൾ ഞങ്ങൾ സപ്പോസ് ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കണം. അല്ല, ഞാനും ഒരു അനുഭവസ്ഥ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇവരുടെ AR സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അതിലുപരി ഇവരുമായിട്ട് അത്രയും അടുക്കാൻ കാരണത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് പേർക്ക് അറിയാം. എൻ്റെ ഭർത്താവ് അജിത്ത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജു ഇതേ മേഖലയിലാണ്, കൈത്തറി മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ നെയ്ത്തും പരിപാടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഒരുക്കി അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ പോയി കണ്ട് എനിക്ക് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ അതിലൂടെ എനിക്ക് ഇവരെ പറ്റി, അച്ഛനെ എപ്പോഴും രാജു അരവിന്ദ് പറഞ്ഞ ഭയങ്കര എപ്പോഴും പറയാറുണ്ട് രണ്ടുപേരെയും പറ്റി. അങ്ങനെയാണ് അച്ഛനിലൂടെയാണ് ഞാൻ ഇവരെ അറിയുന്നതും ഇവരുടെ കടയിലൊക്കെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. എനിക്കുണ്ടായ അനുഭവം കാരണം തന്നെ ഞാൻ ഒരുപാട് വട്ടം ഇവരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് ഇവരുടെ ഡ്രസ്സുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കും വളരെ
വളരെ സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇവർ വന്നു എന്നുള്ളതാണ് അതിനേക്കാളും സന്തോഷം. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഒരുപാട് പേര് ഇവരെ ഇന്റർവ്യൂ ചെയ്യാനും ഒക്കെ ഇവരുടെ പിന്നിലുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ദിവസം മാറ്റിവെച്ച് തിരുവല്ലാമലയിൽ നിന്ന് ഇവിടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് രാജുവിനും അരവിന്ദനും. താങ്ക് യു. ശരിക്കും സന്തോഷം. നിങ്ങളോടാണ് വലിയ നന്ദി പറയേണ്ടത്. നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ വിചാരിച്ചില്ല ഇത്രയും സെറ്റപ്പ് ആയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഗംഭീര സെറ്റപ്പ് ആയിരുന്നു. ഞങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതിന് വേണ്ടിയിട്ട് വലിയൊരു നന്ദി ഈ ടീമിനോടും നിങ്ങളോടാണ് പറയേണ്ടത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഈ ഒരു അവസരം തന്നതിലും ആദ്യത്തെ ഒരു ഇന്റർവ്യൂ തന്നതിലും എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷം. ഉയരങ്ങളിൽ എത്തണം ഈ ഒരു ചാനൽ. എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ, എല്ലാവരും സന്തോഷിക്കട്ടെ. ടീം പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളും പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു രാജു, താങ്ക് യു അരവിന്ദ്. താങ്ക് യു. അപ്പോൾ AR എന്ന അരവിന്ദിന്റെയും രാജുവിന്റെയും ആ സുഹൃത്തുക്കളുടെ വിജയഗാഥ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇതുപോലെ ഇൻസ്പയർഡ് സ്റ്റോറീസ് നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ ഡു ഫോളോ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് us. ആൻഡ് സൈനിങ് ഓഫ് ലൈവ് ചാറ്റ്സ് വിത്ത് അഞ്ജലി നായർ. താങ്ക് യു.